അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുള്ളതായ സത്യവിശ്വാസികളെ പഠിക്കണേ. ഇന്ന മിൻ അസ്വാജികും, നിങ്ങളുടെ ഇണകളിൽ ചിലരുണ്ട് കേട്ടോ, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലുമുണ്ട്, അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ഭർത്താക്കന്മാരിലും, ഇണകളെന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെട്ടു. നിങ്ങളുടെ ഭാര്യയും ഭർത്താവിലും നിങ്ങളുടേതാകുന്ന മക്കളിലും ചിലർ നിങ്ങളുടെ ശത്രുക്കളാകാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഇന്ന മിൻ അസ്വാജിക്കും. ചില ആളുകൾ, എല്ലാവരും ഇല്ല, തബഈലിന്റെ മാനേക്കാണ്, നിങ്ങളുടെ മക്കളിൽ എല്ലാവരും ഉണ്ടാവൂല, ആരെങ്കിലും ഒരുത്തം മതിയല്ലോ ബാക്കിയുള്ളവരും കൂടെ പറയിപ്പിക്കാൻ. ഭർത്താവ് മോശമായ മതി, കുടുംബം പോയി. ഭാര്യ മോശമായ പോയി, വീട്ടിലെ സമാധാനം മുഴുവൻ പോയി. ആകെ സമാധാനം കിട്ടുന്ന വീടിന്റെ വിളക്ക് മാടമാണ് ആര്? ഭാര്യ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഏറ്റവും സാലിഹത്തായ പെണ്ണിൻ്റെതായ ലക്ഷ്യം എന്തെന്നറിയുമോ? ഒരു സാലിഹത്തായ പെണ്ണിൻ്റെതാകുന്ന ലക്ഷണം ഏതെന്നറിയുമോ? ഇദാ നളർത ഇലൈഹാ, നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ സർറത്ക, നിന്നെ അവൾ സന്തോഷിപ്പിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, വീട് റാഹത്ത. അപ്പൊ അങ്ങനെയാണോ ഉള്ളത്? മറ നല്ലോലും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് തലമുക്കി പറഞ്ഞു. എന്താ പെണ്ണുങ്ങൾ കാണുന്നില്ല, കണ്ടാലേ തലക്കടിക്കുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഉണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? ഏകദേശം തീരുമാനമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷെ അത് വാതു സുബൈ വരെ പറഞ്ഞോളാനാ പറയുന്നത്. കാരണം എന്താ, വീട്ടിലോട്ട് പോയാൽ അതിന്റെ മുഖത്ത് കാണണ്ടോ സാധേ സമാധാനമൊക്കെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണേ പോയി. അതേ സമയത്ത് നല്ല ഇണക്കുരുവുകളെ പോലെ എവിടെ പോയാലും ഒരുമിച്ച് മാഷാ അല്ലാഹ്. നമ്മുടെ വീരാൻ സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ അവരുണ്ട്. അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഏത് യാത്രയിലും ഒരുമിച്ച്, പലസ്തീനും ജോർദാനും ഇസ്രായേലും തുർക്കി എവിടെ പോയാലും, ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും ഒരുമിച്ചല്ലാതെ ഒരു യാത്രയില്ല. അങ്ങനെ നല്ല റാഹത്തായിട്ട് ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മോമിനീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ബന്ധവും അള്ളാഹു ദൃഢമാക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിലേക്ക് അള്ളാഹു ചേർക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മള് ഭാര്യ അൽഹംദുലില്ലാ ദുനിയാവിൽ കിട്ടി, ഇനി ആഖിറത്തിൽ ഇതിനെ വേണോന്ന് പറഞ്ഞാലോ, സാധാ വീടും പറമ്പും മൊത്തം തന്നേക്കാൻ തീരന്, അള്ളാഹു കാത്ത് സ്വർഗത്തിൽ അതിനെ തരല്ലേ എന്ന് പറയുന്ന അവസ്ഥാവിശേഷമാണെങ്കിൽ പോയി. ഇതുപോലെ തന്നെ ഭാര്യയോട് പറഞ്ഞാലും അങ്ങനെ തന്നെ. അവളും പറയാണ്, എന്റെ പൊന്നുസാദെ കാതിലും കവിത്തിലും കിടക്കുന്ന മുഴുവൻ മാലിക് ഞാൻ ട്രസ്റ്റിന് വേണ്ടി കൊടുത്തേക്കാം. അങ്ങേരെ ഇനി അങ്ങോട്ടേക്ക് തരരുത്. ഇവിടെ സമാധാനം പോയി. ഒരു വിധത്തിൽ 50-60 വയസ്സ് കഴിയാൻ കാത്തിരിക്കാൻ, ഇനി അവിടെ എനിക്കൊരു സമാധാനക്കേട് തരരുത് എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ എല്ലാം പോയി. കാരണം വീട്ടിൽ വന്ന് കള്ളു കുടിച്ചിട്ട് ബഹളാൻ ഒച്ചപ്പാട് ബഹളാൻ, വീട്ടിലൊരു സമാധാനം ഇല്ല. എല്ലാ ദിവസവും ഈ രീതി. അങ്ങനെ പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഒരു സമാധാനമില്ല, സന്തോഷമില്ലാതെ ധൈര്യം അടിയും പിടിയുമാണ്, വഴക്ക് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി എന്ന് നമ്മൾ നന്നാകും സഹോദരങ്ങളെ? ഇനി എന്ന് ഈ വാഴൊക്കെ കേട്ടിട്ട് ഇനി എന്നാണ് ജീവിതം തുടങ്ങുന്നത്? വയസ്സ് 30, 40, 50 ഒക്കെ എത്തിയില്ലേ? ഇപ്പോഴും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ വിശേഷമാണെങ്കിൽ ഇനി എന്നാണ് ഇനി സമാധാനം കിട്ടുക? ചിലർക്ക് മക്കളെ കൊണ്ട് സമാധാനം ഇല്ല, ചിലർക്ക് മക്കളില്ലാത്തതിന്റെ സമാധാനക്കേട്, ചിലർക്ക് മക്കൾ ഉണ്ടായിട്ട് അവൻ പിഴച്ചു പോയതിന്റെ പ്രശ്നം. ഇതൊക്കെ ഉണ്ട് സമുദായത്തിൽ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ നിങ്ങൾ മനസ്സിലായിക്കോ, മക്കൾ ഉണ്ടായിട്ട് അവനിലൂടെ ഉണ്ടാകുന്ന നാശത്തേക്കാൾ ഇല്ലാതിരിക്കാനാണ് ഹൈർ. കാരണം അധിക മക്കളും ഇന്ന് പിഴച്ചു പോകുന്ന ഒരു യുഗമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ എത്രയോ രക്ഷിതാക്കൾ പ്രശ്നത്തിലാണ്, എത്രയോ കുടുംബങ്ങൾ പ്രശ്നമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവൽ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ശത്രുക്കളുണ്ട് കേട്ടോ. ഫഹദറൂഹും, അവരെ ശ്രദ്ധിക്കണേ.
അവരെ നല്ലതുപോലെ ജാഗ്രത വെച്ച് പുലർത്തണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഖുർആൻ പറയാൻ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ്, ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യ, എല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോഴും മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അവരെത്ര മണിക്ക് സ്കൂളിൽ പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, എത്ര മണിക്ക് മദ്രസയുണ്ട്, എത്ര മണിക്കാണ് വിടുന്നത്. പണ്ട് 5 മിനിറ്റ് വൈകിയ ഉമ്മക്ക് ടെൻഷനാ. പാപ്പായ വേഗം ഫോൺ വിളിക്കും, എന്താ എന്താ എന്താ, അല്ല അവൾ ഇതുവരെ വന്നില്ല, മോള് വന്നില്ല. എത്ര മണിക്കാ സാധാരണ വരില്ല? 4:30 എത്തും. ഇപ്പൊ എത്രയും സമയം? ഇപ്പൊ 4:35. 5 മിനിറ്റ് വൈകിയതോളൂ, അപ്പോഴേ ടെൻഷനായി. ഇന്ന് 50 മിനിറ്റ് അല്ല, 2 മണിക്കൂർ വൈകിയാലും ഒരു വിഷയമില്ല. അവസാനം മഗ്‌രിബൊക്കെ ആയി ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോ വേണം ഇവിടെ നിന്ന് വിളിക്കും. എവിടെയാ? ഞാനിവിടെ ഉണ്ട്, പാർക്കിലുണ്ട് മച്ചിയാ. പാർക്കിലുണ്ടാ? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു വാപ്പായോട്, അവൾ പാർക്കിലുണ്ടാവും പറഞ്ഞായിരുന്നു. പാർക്കിൽ തന്നെ ഉണ്ടല്ലേ, ഒരു കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പാണെങ്കിലോ അത് മതി, മയ്യിത്ത് നിസ്കാരത്തിന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ബഹളം ഉണ്ടാകും. പിന്നെ ജീവിതകാലത്ത് അവൾ 5 മിനിറ്റ് ബസ് വൈകിയതായിരിക്കും, എന്തെങ്കിലും ഒരു സമയം വൈകിയതായിരിക്കും, ഒരു സ്ട്രൈക്ക് ഉണ്ടായി, ഒരു സമരം ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട് ബസ് ഒന്ന് തടഞ്ഞു വെക്കപ്പെട്ടു, അത് വൈകിയതായിരിക്കും. എങ്കിൽ പോലും വീട്ടിൽ ടെൻഷൻ, അങ്കലാപ്പ്, വാപ്പാക്കുമാക്ക് ടെൻഷൻ. ഇന്നിപ്പോ എവിടെ കറങ്ങി നടന്നാലും, ഏത് ബീച്ചിൽ പോയാലും, അഴീക്കോട് ബീച്ചിലോ ലോകത്ത് ഏത് ഭാഗത്ത് പോയി കറങ്ങി നടന്നാലും, ഏതെല്ലാം മാളിലും പാർക്കിലും എവിടെ വേണമെങ്കിലും കറങ്ങി നടന്നാലും വാപ്പാക്കും ഉമ്മാക്കും ഒരു ടെൻഷനും ഇല്ല. ഹല്ലി വല്ലി ഒരു വിഷയമില്ല. ഈ വൈകിട്ട് വന്നില്ലേലും കുഴപ്പമില്ല. കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് രാത്രി 12 മണിയാകുമ്പോൾ വിളിച്ചു പറയാൻ, അതെ ഞാനിന്ന് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലാട്ടോ മച്ചി. ശരി, ഓക്കെ മോളെ, വല്ലതും കഴിച്ചായിരുന്നോ? എന്ത് കഴിച്ചു? കുഴിമന്തിയാ? കുഴിമന്തി കഴിച്ചാ? പിന്നെ ഓക്കെ, അവള് കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അവളവിടെ ഉണ്ട്. ഉമ്മാക്ക് സലാമത്ത, ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല. മകൻ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഇനിയിപ്പോ ഇവളുടെ ഫുഡുണ്ട്, അതും കൂടെ കഴിച്ചു തീർക്കുന്ന നീയത്തിലാണ് ഉമ്മ. അതും കൂടെ കഴിച്ചിട്ട് വേഗം കടന്നേക്കും. ഒരു വിഷയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഒരു പ്രശ്നമില്ലാതായി മാറിയിരിക്കുകയാണ്. എന്നാ അവൾ എവിടെയാ പോയി കടന്നത്? അവൾ ആരുടെ കൂടെയാ കടന്നത്? അന്യ കൂട്ടുകാരന്റെ വീട്ടിലാണോ, കൂട്ടുകാരിയുടെ വീട്ടിലാണോ? ഒരു ടൂറ് പോകുമ്പോ ടെൻഷനാ. അവളെവിടെ അവസ്ഥ എന്താണ്? അതൊന്നൊരു വിഷയമല്ല. നമ്മൾ വാതിന് പോകുന്ന സമയത്തും അല്ലാതെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്ന ആള് സമയത്ത് കാണുന്നില്ലേ? ഈ വീഡിയോ കോച്ചിലും ബസ്സിലും ഒക്കെ കുട്ടികൾ പാട്ടുവിട്ട്, സിനിമാ പാട്ടുമൊക്കെ ഇട്ട് കിടന്ന് തുള്ളലാണ്. മൈസൂർക്ക് പോവാ, റാഹത്ത് മൈസൂർ പാക്കൊക്കെ ചോദിച്ചോണ്ട് നല്ല റാഹത്തായിട്ട് തുള്ളാണ്. സുബഹി വരെ ഈ തുള്ളക്കം, അവസാനം എവിടെയെങ്കിലും കടന്ന് മറിഞ്ഞ് ഉറങ്ങാൻ. എന്താണ് അവസ്ഥ? എന്തൊരവസ്ഥയാണ് നമ്മുടെ യുവത്വത്തിന്റെ, നമ്മുടെ യുവാക്കളുടെ, യുവതികളുടെ. ദീൻ എവിടെ സഹോദരങ്ങളെ? അന്യരോടൊപ്പം കൊഞ്ചു കുഴയാൻ ഈ സമുദായത്തിന്റെ മക്കളെ പറഞ്ഞു വിടുകയാണ്. അതിന് ആണ് വ്യത്യാസമില്ല, പെണ്ണ് വ്യത്യാസമില്ല. ആണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള വ്യത്യാസമില്ല. മുസ്ലിം സഹോദരിമാരെ തലയിൽ തട്ടമിട്ടതാകുന്ന എത്രയോ മംഗമാരാണ്. പ്ലസിന് പഠിക്കുന്നതാകുന്ന മക്കൾ പോലും ശരീരത്തിന്റെ നഗ്നത പ്രദർശനം നടത്തിക്കൊണ്ട് അന്യരാക്കപ്പെട്ടതാകുന്ന ആളുകളെ മടിയിൽ കിടന്ന് സുഖിക്കുന്നതാകുന്ന പെൺകുട്ടികളെ കാണുന്നില്ലേ? പ്ലസിന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാകുന്ന പൊന്നുമോളാണ് അന്യരാക്കപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരന്റെ മടിയിൽ കിടന്നുകൊണ്ട് അവൻ അവളുടെ തലയിലെ പേര് നോക്കുന്ന രംഗം സോഷ്യൽ മീഡിയ വഴി ലോകത്തിന് പ്രചരിക്കുകയല്ലേ? നാണമില്ലാത്ത സമുദായമായി ഈ സമുദായത്തിന്റെ മക്കള് മാറിയില്ലേ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമിആ. 1400 വർഷം മദീന മിമ്പറിൽ വെച്ചുകൊണ്ട് റസൂലുള്ള സഹാബത്തിനോട്, അനുയായികളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സ്വഹാബ, അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമിആ. വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്. ഇദാ റുഫിഅ ശൈഉ റുഫിയൽ ആഖറു. ഒന്ന് മാറ്റപ്പെട്ടാൽ മറ്റേത് ഉയർത്തപ്പെട്ടു പോകുമേ. ഈമാൻ ഇല്ലാതായാൽ ലജ്ജയില്ലാതാകുമേ, ലജ്ജയില്ലാതായാൽ ഈമാൻ ഇല്ലാതാകുമേ. ആ നിലയിൽ പരസ്പര പൂരകങ്ങളാണ് അതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്യരാക്കപ്പെട്ടതാകുന്ന പരപുരുഷന്മാരോടൊപ്പം ചാടിക്കുഴഞ്ഞുകൊണ്ട് റീൽസ് കളിക്കാൻ തയ്യാറാകുന്ന സഹോദരങ്ങളില്ലയോ, യുവതികളില്ലേ? ശരീരത്തിന്റെ നഗ്നത പ്രദർശനം നടത്താൻ ഒരു മടിയുമില്ലാതെ, ഉളുപ്പില്ലാതെ നിലകൊള്ളുന്ന മുസ്ലിം അംഗമാരില്ലയോ? ഞാൻ എന്റെ ശരീരത്തിന്റെ മാറുകാണി
കാണിക്കാം, അതിന്റെ ചാല് കാണിക്കാം, എന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണിക്കാം, എന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ സിനിമാ നടിയാക്കിയാൽ മതി എന്ന് പറയുന്നതായ ഈ സമുദായത്തിലെ വൃത്തികെട്ട കോമരങ്ങളില്ലയോ? ഏതെല്ലാം ഷോകൾ കടന്നു വന്നാലും ആ റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ വൃത്തികെട്ട വസ്ത്രവിധാനവുമായി കടന്നു വരുന്നില്ലേ? 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ആശ്ചര്യപ്പെട്ട അതിശയിച്ചതാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ ഇദാ റുഫിഅ അശ്ശൈഉ റുഫിഅൽ ആഖറു. വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് ഇല്ലാതായാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആളുകൾക്ക് മുന്നിൽ യാതൊരുവിധ ലജ്ജയുമില്ലാതെ കല്യാണത്തിന്റെ സദസ്സിൽ പോലും ഉസ്താദുമാർ വന്ന് നിക്കാഹ് നടത്തി പിരിയുന്നതിന് മുമ്പായി അവരുടെ മുന്നിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് അന്യ പെണ്ണുങ്ങളുടെ കടന്നുവരവ് ഈ സമുദായം കാണുകയല്ലയോ? സിനിമാ പാട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ ഒരു മടിയുമില്ലാതെ നിലകൊള്ളുന്ന തലമുറകളായി ഈ സമുദായത്തിലെ പെൺകുട്ടികൾ മാറിയില്ലേ? ലജ്ജ പോയാൽ ഈമാൻ ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈമാൻ പോയാൽ വിശ്വാസം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പെങ്ങളെ കാഫിറല്ലേ? നരകം വുജൂബല്ലേ? നരകം തീർച്ചയായും നിനക്ക് ലഭിക്കില്ലേ? അല്ലാഹുവേ ഈ ഉമ്മത്തിനെ കാക്കണേ ഇമാം പോയാ പിന്നെന്തായി? കാഫിറായി. അതാണ് വിഷയം. ഹദീസാണ് അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ. ലജ്ജയും വിശ്വാസവും ഈമാനും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. ഒന്ന് മാറിയാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായി പോകും എന്ന് പറഞ്ഞാൽ ലജ്ജ ഉയർത്തപ്പെട്ടാൽ എന്ത് ഉയർത്തപ്പെടും? ഈമാൻ പോകും. അല്ലാഹു അക്ബർ. ലജ്ജ പോയോ ഇല്ലയോ? നിങ്ങൾ പറയൂ. കല്യാണത്തിന്റെ സദസ്സിൽ നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞ് ഖത്തീബിനാണെങ്കിൽ ലോഹറിന് കല്യാണം ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പിരിച്ചു കൊടുക്കും. അപ്പം മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ബെൻസിനകത്താണ്. അങ്ങോട്ട് പോകുന്ന ഇനി കാളവണ്ടിക്കകത്ത് പോകണം. എന്തും ആയിക്കോട്ടെ. ചെറുക്കന്റെ കൂടെ ബെൻസിനകത്ത് ഇരുത്തി റാഹത്തായിട്ട് ഞെളിഞ്ഞിരുന്നാണ് വന്നത്. ഇങ്ങോട്ട് തിരിച്ചു പോകാൻ നേരത്തോ ഓടിയിറന്ന് കൈ കാണിക്കുകയാണ്. കാരണം വണ്ടിയില്ല. ലോഹറിന് ജമാഅത്തിന് എത്തിയില്ല, കമ്മിറ്റി പറഞ്ഞു വിടും. ഇതാണ് അവസ്ഥ. ചെറുക്കന്റെ വണ്ടി പോയി, അത് വേറെ പെണ്ണുങ്ങളുമായിട്ട് പോവല്ലേ? ഇനി ഇങ്ങനെ തിരിച്ചു വിടുന്നതിനാരും ഇല്ല. ഇങ്ങോട്ട് ഗമ കാണിച്ചു വന്നതൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ഈ പാവപ്പെട്ടവൻ എന്നാ കഴിച്ചിട്ട് പോകണമെന്ന് പറയാം. കഴിക്കാതെ പോയാൽ പിന്നെ അതൊരു ഫിത്തിനാവുമെന്ന് കരുതി കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ മൊത്തം പെണ്ണുങ്ങളുടെ അറിയാൻ കേട്ടോ. പെണ്ണുങ്ങൾ ഇടിച്ച് കുത്തിയിട്ട് അവന്റെ പള്ളയ്ക്കൊക്കെ കുത്തിയിട്ട് ഫുഡ് അടിക്കാൻ പോവുക. ഇടിച്ചു കയറി അവസാനം ഉസ്താദിനെ കൊണ്ടുവന്നേതാ വിറക് വരയുടെ അതിലേക്കൂടെ അപ്പുറത്ത് പുറകു വഴി കൂടെ ഒരു വഴിയുണ്ട്. സ്പെഷ്യൽ വഴിയാണ്. വിറക് വഴി കൂടെ 2 വിറക് കൊള്ളിയുടെ 2 തീക്കനലൊക്കെ ഉള്ളിലോട്ട് കയറി എങ്ങനെയെങ്കിലും അത് അപ്പുറത്ത് കയറി പുള്ളിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും. നോക്കുമ്പോൾ അവസാനം പോയി ഇരുന്നതോ സദ്യയുടെ അവിടെ. മട്ടൻ കിട്ടുമെന്ന് കരുതിയതാ. കാരണം മട്ടനും ഇല്ല കൂട്ടനും ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലര് സദ്യ പ്രതീക്ഷിക്കാതെ തന്നെ അവസാനം സദ്യയോടെ പോയി പെടും അല്ലേ? മട്ടൻ പ്രതി നല്ല മട്ടനൊക്കെ ഉണ്ടെന്ന് കരുതി അവസാനം പോകുമ്പോൾ സദ്യ വിളമ്പുന്നിടത്ത് പോയിരുന്നത്. പാടച്ചവനെ ഹലാക്കാൻ. അപ്പൊ ഇവര് കൂട്ടുകാരെ അറിയാവുന്നവരുണ്ട്. അവന്മാരിങ്ങനെ വിളമ്പി വരുമ്പോൾ അല്ലേ ഞാനിപ്പോ വെജിറ്റബിൾ. പിന്നെ അവനങ്ങനെ ആക്കി വെച്ചു ഞാനിപ്പോ വെജിറ്റബിളാ സദ്യ. അതിന് വരെ പെട്ടിരിക്കുക സംഭവം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. എത്ര ആളുകളാണ് ഈ രീതിയിലുള്ള സംവിധാനം നടത്തുന്ന ആളുകൾ? ലജ്ജയില്ലാതായി പോയി സമുദായത്തിൽ. എല്ലായിടത്തും അങ്ങനെ അഴിഞ്ഞാട്. ആണുങ്ങളും അതിന് വ്യത്യാസമില്ല, പെണ്ണുങ്ങളും വ്യത്യാസമില്ല, എല്ലാവരും അഴിഞ്ഞാട്ടും. ലജ്ജ പോയാൽ പരിപൂർണമായി ഈമാൻ ഉയർത്തപ്പെടും. പണ്ടങ്ങനെയല്ല. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് ഔറത്ത് മറ ഒരു കൊട കൊണ്ടെങ്കിലും മറയ്ക്കും. പഴയ ഉമ്മമാരെ കണ്ടിട്ട് ഒരു കൊട പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ നോക്കുന്നതനുസരിച്ച് ആ കൊട ഇങ്ങനെ ചെരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. പഴയ മറയതായിരുന്നു. ചിലപ്പോൾ വസ്ത്രവിധാനം ചിലപ്പോൾ അത്ര ക്ലിയർ ഒന്നാവില്ല. സാരിയൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ പർദ്ദ സുലഭമാകാത്ത ഒരു കാലഘട്ടം. സാരി ആയിരിക്കും ഇട്ടിട്ട്, പക്ഷെ എങ്കിലും കൊട പിടിച്ചിട്ടൊരു മറ. അന്യരിൽ നിന്ന് ആ കൊട ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അവരിൽ നിന്നൊരു മറ. ആ മറയൊക്കെ പോയി, ലജ്ജയൊക്കെ പോയി. ലജ്ജ പോയതോടുകൂടി ഈമാനും പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ കാണൂല. ഈമാനൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അതല്ലേ ഹദീസിൽ പറഞ്ഞത്? കള്ളു കുടിക്കുന്നവരിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഈമാൻ പോകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്കത് കാണാൻ സാധിക്കില്ല. തങ്ങൾ പറഞ്ഞില്ലയോ?
കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്ന ഖമീസ് നീളക്കുപ്പായം തലവഴി ഊരി കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഹകദാ ഹകദാ, ഇപ്രകാരം ഇപ്രകാരം എന്റെ ഈ നീളക്കുപ്പായം ഖമീസ് ഞാൻ തലവഴി ഊരി കാണിച്ചതുപോലെ വിശ്വാസിനികളാകുന്ന സഹോദര സഹോദരിമാര് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈമാൻ തലവഴി ഊരപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അഴീക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ട ഹദീസാണ്, അധ്യാപനമാണ്. ന്യൂ ഇയറിന്റെ രാവ് നമ്മളിലേക്ക് സജീവമാകാൻ വരുകയാണ്. ഏതെല്ലാം ഫെസ്റ്റുകളിലൂടെ ആരെല്ലാം നമ്മളെ അതിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാലും, ഏതെല്ലാം ക്രിസ്മസിന്റെ രാവാകട്ടെ, ഓണത്തിന്റെ രാവുകളാകട്ടെ, ഏതെല്ലാം ആഘോഷത്തിന്റെ പൊലിമകളാകട്ടെ, വിശ്വാസികളെ നിങ്ങളുടെ ഈമാനിനെ പണയം വെക്കല്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാൻ എന്ന ഹിദായത്ത് എന്ന വെളിച്ചത്തെ അണച്ചു കളയുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ആ ഈമാനിനെ പരിപൂർണമായി കെടുത്തിക്കളഞ്ഞ് നിങ്ങളിലേക്ക് കുഫ്രിയത്ത് കൊണ്ടുവരുന്ന രീതിയാണ് ലഹരി നുണയുക എന്നുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ വാക്യമാണ്. കാഫിറായി ചത്തുപോകുമേ, ഈമാനില്ലാതെ മരിച്ചു പോകുമേ ലഹരി നുണയുന്നവനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം, അവരുടെ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി കാണണം, എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളുടെ ബാഗുകളൊക്കെ പരിശോധിക്കണം. ഇപ്പൊ ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ബ്ലോഗർ മുസ്ലിം വനിത, അവരുടേതാകുന്ന നാട്ടിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ഒരു താത്ത കൂടെ നിന്നിട്ട് അവര് പരസ്യമായിട്ട് അവരുടെ മകന്റെ കഥ പറയാണ്. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മുഖമൊക്കെ മറച്ചു വന്നിട്ടൊരു ഉമ്മ പറയാ, ഈ മാസമായിട്ടുള്ളൂ, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ്. എന്താ അവര് പരിചയപ്പെടുത്തുന്നത്? അവര് പറയാണ്, എന്റെ മകൻ 21 വയസ്സാണ്, ലഹരി ഉപയോഗിച്ച് അവസാനം എന്നെ കബളിപ്പിച്ച് നടന്നു എന്ന് മാത്രമല്ല, ലഹരിയുടേതാകുന്ന ദുരുപയോഗം കൊണ്ട് ഉമ്മയാണെന്നുള്ള തിരിച്ചറിവില്ലാതെ എന്റെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കാൻ എന്റെ മകൻ ലൈംഗിക ചേഷ്ടയോടുകൂടി ശ്രമിച്ചു. ഒരു ഉമ്മ പറയാ. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം ഉമ്മ അവരുടെ സ്വന്തം മകന്റെ വിഷയത്തിൽ ആശങ്ക ജനങ്ങളോട് പങ്കുവെക്കാൻ. 21 വയസ്സേ ഉള്ളൂ. 50-60 വയസ്സുള്ള കുട്ടിയുടെ കാര്യമല്ല ഈ പറയുന്നത്, വലിയാപ്പാടെ കഥയല്ല. 21 വയസ്സേ ഉള്ളൂ. ആ 21 വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ അവസ്ഥയാണ് പറയുന്നത്. എന്നിട്ട് കരഞ്ഞിട്ട് അവർ പറയാൻ, ഒരു ചെറിയൊരു കിറ്റ് അവർ കാണിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കിറ്റ്. അതിനകത്ത് 2 ചെറിയ അത്തറിന്റെ ബോട്ടിൽ. ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ മണം അറിയാതിരിക്കാൻ ഈ അത്തറൊക്കെ പോയി നല്ല റാഹത്തായിട്ട് ഉമ്മാവെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ. അൽ മുസാഫഹത്തു വൽ മുആനഖത്തു, കെട്ടിപ്പിടിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അവർ പറയാണ്, നിങ്ങൾക്കിടയിലും ഇതേപോലെ മക്കൾ ഉണ്ടാകും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന്. അതിനാണ് അവര് സോഷ്യൽ മീഡിയ ഒന്ന് പരസ്യമായിട്ട് പറയുന്നത്. മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കിരിക്കാനാണ് എപ്പോഴും മകൻ ഇഷ്ടപ്പെടുക. ആ ഉമ്മ പറയാ, ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അത് ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിച്ചോ, ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, കൂട്ടത്തിൽ വന്നിരിക്കത്തേയില്ല. ഇവിടെ വാടാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാലും അവൻ ഒരുമിച്ച് വരത്തില്ല. വാപ്പാടെ ഉമ്മാടെ മുന്നിലേക്കൊന്നും ഹാജറാവൂല. ഒറ്റയ്ക്ക് മതി ഭക്ഷണം. അത് കഴിച്ചെന്നുള്ളൂ, ഭക്ഷണം ഒന്നും താല്പര്യമില്ല. കാരണം എന്താ? ഈ ലഹരി ഉപയോഗിക്കുന്നവൻ, MDMA LSD അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഭക്ഷണത്തോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് അതിനോടാണ് ആസക്തി. അത് കിട്ടാതൊന്നും വലിയ വിഷയം. അതുകൊണ്ടാണല്ലോ ചിലരിങ്ങനെ വിറയ്ക്കും. നമ്മളോർക്കും ഒതു എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒതു എടുത്തതിന്റെ വിറയലാണ്. സംഭവം ഒന്നുമല്ല. ക്വാർട്ടർ കിട്ടുമായിരുന്നു, ഒരു ക്വാർട്ടർ കിട്ടുമായിരുന്നെങ്കിൽ വിറയൽ നിന്നെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളോർത്ത് തണുത്ത വെള്ളത്തിലാണ്ട് ഒതു എടുത്തിട്ട് ഹാജിയാർ ഇറങ്ങി വന്നേ. വിറയല് മാറാൻ എന്തെങ്കിലും സാധനം കൊടുക്കാം. ഉസ്താദിന്റെ കാശായാലും കുഴപ്പമില്ല, കുടിച്ചാൽ മതി. അങ്ങനത്തെ ആളുകളുണ്ട്. അവർക്ക് അത് മതി. അല്ലാതെ ഒരു ഗ്ലാസ് ചായ കൊടുത്താലും മതി. ചായ 100 ഗ്ലാസ് ചായ എന്നാലും വിഷയമില്ല. അര ഗ്ലാസ് ചായ തന്നാ ചായ വേണമെന്നില്ല. ഈ അവസ്ഥയാണ് അവരുടേത്. അതുപോലെ അഡിക്റ്റായി പോയി. എത്ര കുട്ടികളാണ്. ഞാൻ ഈ അടുത്ത കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോൾ അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ഒരു കുട്ടി ലഹരിയുടെ വല്ലാത്ത ഉപയോഗം. ഭർത്താവ് ഗൾഫിലാണ്, ഉമ്മ വല്ലാത്ത കഷ്ടതയിലും പ്രയാസത്തിലുമാണ്. 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. കുട്ടി ഭയങ്കര ഉപയോഗം. ആലോചിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് അടക്കം ആ കുട്ടിയുടെ കൈവശത്തുനിന്ന് രക്ഷിതാക്കൾ പിടിച്ചു. ആലോചിച്ചു.
അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഇത് കണ്ടപ്പോൾ അവർ മനസ്സിലാക്കി വല്ല സ്പെഷ്യൽ ഐറ്റം ആണെന്ന് മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഗവൺമെന്റ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാകുന്ന ഇലക്ട്രിക് സിഗരറ്റ് ആണ് ഈ ഐറ്റം. കുട്ടികളുടെ കൈവശം എങ്ങനെ എത്തിയെന്നാണ് പോലീസുകാർ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുന്നത്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഈ സാധനം വന്നേക്കാണ്. ഇത് ആരിവർക്ക് ഇത് കൊടുക്കുന്നു? ഇതിനൊക്കെ ഏജന്റുകളുണ്ട് ഇവിടെ കേരളത്തിൽ. പൈസ കൊടുത്താൽ മതി റാഹത്തായിട്ട്. ഗൾഫിലുള്ളതാകുന്ന വാപ്പാടെ പൈസ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്നത്, മക്കൾ ചിക്കിളി ഇങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് ഈ സാധനം വാങ്ങിച്ചു വെക്കുക. 16 മണിക്കൂർ നിൽക്കും MDMA നാക്കിനടിയിൽ വെച്ചാൽ സ്റ്റാമ്പ് രൂപത്തിലുള്ള ഐറ്റാണ്. 16 മണിക്കൂർ ആനന്ദം, നല്ല സുഖം, ഹാല് മറിഞ്ഞിട്ട് നടക്കാം. ഈ ഐറ്റം വാങ്ങിച്ചുകൊണ്ട് നടക്കുകയാണ് മക്കൾ. ഇതുപോലെ തന്നെ LSD ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ യഥേഷ്ടം ഉപയോഗിക്കുന്നത് നമ്മുടെ സമുദായത്തിന്റെ മക്കളാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നാൽ ഈ സമുദായമോ ഈ കള്ളും ഈ ലഹരിയും പാടില്ല, നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്ന് പറഞ്ഞതാകുന്ന സമുദായമാണ്. അതാണ് രസം. നിങ്ങളിത് ഒഴിവാക്കാൻ ഏറ്റവും നിഷിദ്ധമായി പറഞ്ഞ ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമേ ഉള്ളൂ. വേറൊരു മതവും ഇത് നിഷിദ്ധമാക്കിയിട്ടില്ല. അതാണ് രസം. ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അത് മറ്റു മതങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് നിഷിദ്ധമാണ്, കുടിക്കരുതെന്ന് ഒരു മതവും പറഞ്ഞിട്ടില്ല ഇസ്ലാം അല്ലാതെ. ഇത് ഹറാമാണെന്ന് മക്കി മതം പരിശുദ്ധ ഇസ്ലാമാണ്. എന്നാൽ ആ ഇസ്ലാമിന്റെ മക്കളോ ഇത് ഹലാലാക്കിയിരിക്കാം. നമ്മളിപ്പോ അങ്ങനെയാണ്. എന്തെല്ലാം ഹറാമാക്കിയോ അതൊക്കെ നമ്മൾ ഹലാലാക്കി. വ്യഭിചാരം നമ്മൾ ഹലാലാക്കി, ഹറാമായ കാര്യമാണ്. കള്ളുകുടി, ലഹരി ഉപയോഗം ഹറാമാണ് വിശുദ്ധ ഇസ്ലാമിൽ, നമ്മളത് ഹലാലാക്കി. പലിശ പാടില്ല എന്ന് പറഞ്ഞു, നമ്മളത് ഹലാലാക്കി. ലോട്ടറി എടുക്കരുത്, ഹറാമാണ്, നമ്മൾ അത് ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് നടക്കുക. ആചാര്യ സുജൂതി കടന്നപ്പോഴത്തേക്കും പറന്ന് ഒറ്റ പോകും. പേബസാറ് പള്ളി കൂടെ 1ാമത്തെ സഫി കടന്ന് ഓടുകയാണ്. ഈ സാധനം അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. സുജൂദിലോട്ട് പോയപ്പോഴത്തേക്ക് സാധനം കടന്ന് ഓടുക. ഏത് ലോട്ടറി? ഓണത്തിന്റെ ബമ്പർ ലോട്ടറി. മറന്നുപോയി, സാധനം എടുത്ത് വെച്ചിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മുമ്പ് പോക്കറ്റിൽ നിന്ന് വീഴുന്നത് മറ്റേ ലൈറ്ററൊക്കെ ആയിരുന്നു, തീപ്പട്ടി കൊള്ളി. അതൊക്കെ മാറി. ഇപ്പൊ ഇതിങ്ങനെ കടന്ന് ഓടുക. ലോട്ടറി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെ എത്തി സമുദായം ഒന്ന് ആലോചിച്ചു നോക്കും. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. ഹറാമായ തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരല്ലയോ. ദുനിയാവിനോട് വല്ലാത്ത താല്പര്യമുള്ള സമുദായമായി ഈ സമുദായം മാറിയില്ലയോ. ലോട്ടറി എടുക്കുന്ന വിഭാഗമായി സമുദായം മാറിയില്ലയോ. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരായി ഈ സമുദായം മാറിയില്ലയോ. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി താക്കീത് നൽകുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കരുത്. പലിശ തിന്നരുത്, പലിശ ഭുജിക്കരുത്. ആക്കിലുർ റിബാ വ മൂക്കിലുഹു വ കാതിബുഹു വ ഷാഹിദുഹു കുല്ലുഹും ഫിന്നാർ. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നതായ മുസ്ലിമേ, അത് എഴുതുന്നവനും അത് എഴുതിക്കുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും അത് തിന്നുന്നവനും അത് വാങ്ങുന്നവനും അതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നരകം നിർബന്ധമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്തതാകുന്ന സമുദായത്തിലെ വ്യക്തികൾ ആരാണ്? സമുദായത്തിന്റെ അപ്പോസ്തലന്മാർ വരും അതുമായിട്ടുള്ള ബന്ധമുള്ളവരായി മാറിയില്ലേ? പലിശ ഒരു വിഷയമല്ലാത്ത ഘട്ടത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലയോ? 100 രൂപയ്ക്ക് പലിശയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ 4ക്ക് പലിശയാണ് 9ന് പലിശയാണെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുന്ന ആളുകളില്ലേ? പലിശയ്ക്ക് പണം കൊടുക്കുന്നവരില്ലേ? അത് വാങ്ങുന്നവരില്ലേ? അത് എഴുതുന്നവരില്ലേ? അത് എഴുതിക്കുന്നവരില്ലേ? അതിന് സാക്ഷി നിൽക്കുന്നവരില്ലേ? മുഴുവൻ ആളുകളും ഈ വിഷയത്തിൽ സമന്മാരാ. അവർ മുഴുവനും നരകത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നന്മയില്ല, തിന്മ കൊണ്ടുള്ള വാഹകരാണെന്ന് മാത്രമല്ല, തിന്മ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു നല്ലതുപോലെ എവിടെന്നെങ്കിലും പൈസ കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും പൈസ കിട്ടിയാൽ മതി. കൊട്ടേഷൻ സംഘത്തിലൊക്കെ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ആരാ? 50 കഴിഞ്ഞൊന്നുമില്ല, വലിയ ഗുണ്ടായിട്ടൊക്കെ വരുന്ന ആള്. നമ്മൾ നോക്കുമ്പോൾ ആള് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ കയ്യിലൊരു സ്കൂട്ടറുണ്ട്, നല്ല കുത്തന്റെ അടുത്ത് തന്നെ കുത്തും, 2 തുളയിട്ട് വരും. കൈ വെട്ടുന്നതിന് ഇത്ര രൂപ, കാല് വെട്ടണം മുസ്ലിയാരെ, കാല് വെട്ടുന്നതിന് ഇത്ര വരും.
തല വെട്ടുന്നതിന് ഇത്ര രൂപയുണ്ട്. എല്ലാം കൊട്ടേഷന് നിൽക്കുന്നതൊക്കെ ചെറുപ്പക്കാര് പിള്ളേരാ, 20-30 വയസ്സിനിടയിലുള്ള കുട്ടികളും വാപ്പാടെ പ്രായമുള്ളവരുടെ തല വെട്ടിക്കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കാശ് കിട്ടിയാൽ മതി, ഇതാണ് അവസ്ഥ. ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു 10 ലക്ഷം നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി, പലിശ കിട്ടിയാൽ മതി, ജീവിതം എങ്ങനെയെങ്കിലും കൊഴിപ്പിക്കുക. ഹറാമായോ ഹലാലാണോ ഒരു ചിന്തയില്ല, എങ്ങനെയെങ്കിലും കാശുണ്ടാവും ആ ഒരു ചിന്ത. സ്ത്രീകൾ എത്ര പേരുണ്ട് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതുമായിട്ട് അതിലൂടെ പൈസ സ്വരൂപിക്കുന്നവർ? തീർത്തും ഹറാമല്ലേ, പാടില്ലാത്തതല്ലേ. ഇതൊന്നും അറിയാത്ത ആളുകളല്ല, നല്ല വിവരമുള്ള, വിവരബോധമുള്ള, അറിവുള്ള, മദ്രസയിൽ പഠിച്ച ദീനിബോധമുള്ള സാലിഹത്താകുന്ന പെൺകുട്ടികളാണ്. പക്ഷേ ചെയ്യുകയാണ് ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിൽ അതൊന്നും വിഷയമല്ലാതായിരിക്കുന്നു. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഹദീസ്, തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം. പണയം വെക്കാതെ എങ്ങനെ ഇരിക്കും മുസ്ലിയാരെ, എങ്ങനെ ജീവിക്കും? സ്വർണം കൊണ്ടുപോയി നിസാരമായി പണയം വെക്കുക. സ്വർണം വിറ്റോ എന്നിട്ട് അതിൽ നിന്ന് വാശെടുക്കുക, എന്താ ചെയ്യാത്ത? അത് ചെയ്യൂല. സ്വർണം കൊണ്ടുപോയിട്ട് എത്ര പരീക്ഷയാണെങ്കിലും എത്ര വിഷയമാണെങ്കിലും ഉറപ്പില്ല, പണയം വെക്കാൻ വേണ്ടി തയ്യാറാണ്. ഹറാമല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുപോയിട്ട് അള്ളാഹുവിന്റെ പള്ളിക്കോ മദ്രസക്കോ ദീനി സ്ഥാപനത്തിനോ നിന്റെ ഉദരത്തിലേക്കോ ഒരു നയാ പൈസ കടത്തി കൂട്ടിയാൽ അത് തീർത്തും ഹറാമ് ഭുജിച്ചവനാകും. അള്ളാഹു കാക്കുമാറാവട്ടെ. 1 രൂപ മതി, 1 രൂപ. അത് പള്ളിക്ക് കൊടുത്താലും മദ്രസക്ക് കൊടുത്താലും എന്തിനു കൊടുത്താലും, ഞാൻ ഇന്നടുത്ത് പൈസ കൊടുത്തു, അത് ഇതിൽ നിന്ന് എടുത്തതാണെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി അത് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ആ ചെയ്തത് കൂടി കുറ്റകൃത്യമായിട്ട് അള്ളാഹു എഴുതും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പലിശയുടെ പൈസ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ദുനിയാവ് വാരിപ്പുണരാൻ പരിശ്രമിക്കുന്നതായ ആളുകളായി സമുദായത്തിന്റെ മക്കൾ മാറുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു അടയാളപ്പെടുത്തിയില്ലയോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും നന്ദി കേട് കാണിക്കുന്നവനാണ്. അവൻ ആ വിഷയത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും സാക്ഷി നിൽക്കുന്നവനാണ്. കാരണം സമ്പത്തിനോട് ഏറ്റവും ആർത്തിയുള്ളവൻ, ഏറ്റവും ആഗ്രഹമുള്ളവൻ മനുഷ്യനാണ്. മനുഷ്യനാ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയുള്ളവനാണ് മനുഷ്യനെന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയാവിനോട് വലിയ ആർത്തി, എന്തും എങ്ങനെയും എന്തൊക്കെ വേണമെങ്കിലും തെമ്മാടിത്തരങ്ങളും കാണിക്കാം എന്നൊരവസ്ഥയിലേക്ക് സമുദായം എത്തിപ്പെട്ടു. തിരുത്തണം നമ്മുടെ മക്കളെ, തിരുത്തണം നമ്മുടെ മക്കളെ. ഹറാമായ കാര്യങ്ങളിലേക്ക് വിടരുത്. ഇന്നിപ്പോ എല്ലാവരും സിനിമയിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ആകാൻ നടക്കാൻ, അല്ലെങ്കിൽ സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ റിയാലിറ്റി ഷോകളിലും എല്ലാ കാര്യങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ പോയി പങ്കെടുക്കാം. എങ്ങനെയെങ്കിലും എന്റെ മോന്റെ ഒന്ന് മുഖം ഒന്ന് ആ ബിഗ് ബോസിലൊന്ന് കാണിച്ചാൽ റാഹത്തായിരുന്നു. പിന്നെ തുണിയില്ലാതെ നടക്കാം, ഒരു കുഴപ്പമില്ല, കടയിൽ കാണിക്കാൻ കിട്ടും, എല്ലാം കിട്ടും, ആയിക്കോട്ടെ. ഇതാണ് ഇപ്പൊ എല്ലാവരുടെയും ചിന്താഗതി. ദീൻ പരിപൂർണമായി പോയി. അതല്ലേ അവസ്ഥ. ഒരു ഉസ്താദ് വന്നു, നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓദിക്കുന്നതാകുന്ന തലമുറ ഇന്നവിടെ. നമ്മൾ 10 പേരെ മക്കളെ കൊണ്ടുവന്നിട്ട് സ്കൂളിലാകട്ടെ അല്ലാതാകട്ടെ എപ്പോഴും സിനിമാറ്റിക് ഡാൻസുകൾ, ബ്രേക്കുകൾ, ചെറിയ കുട്ടികൾക്ക് അതിന് അത്തരത്തിലുള്ള പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളയിൽ 1-2 കുട്ടികൾ ഒരുമിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടി കളിക്കും. ബാക്കിയുള്ളവർ കൂടി അടങ്ങിയേറെ, അതാ രസം. നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് AC കമ്പാർട്ട്മെന്റ് എടുത്തിട്ട് അതിനകത്ത് കയറുന്നത്. കാരണം ഒച്ചപ്പാടും ബഹളവും വേണ്ടല്ലോ, ഒരേക്ക് ഇരിക്കാന്ന് നോക്കുമ്പോൾ അതിനകത്ത് വച്ച ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് അസുഖമാണ്. ബാക്കിയുള്ളവരെ കൂടി പ്രയാസപ്പെടുത്തിയിട്ട് അതിനകത്ത് ഇങ്ങനെ ലാസ്റ്റ് അക്ഷരം വെച്ചിട്ട് സിനിമാ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ നിർത്തും, ഉടനെ തിത്തിത്താര തിത്തിത്തൈ അടുത്ത പാട്ട്, ഉടനെ അവിടെ ആ തിത്തിത്തൈ ആ തൈയാണ് അവിടെ തൈ അവിടെ അടുത്ത പാട്ട്. ഇത് തന്നെ കളി. മനുഷ്യന് ഒരു സമാധാനമില്ല. ഞാൻ ചോദിക്കാം, നോക്കുമ്പോൾ അത് മുഴുവൻ നമ്മുടെ കൗമാണ്. വേറൊന്നുമില്ല, നമ്മുടെ കൗമ എല്ലാം നല്ല പഠിച്ചു വെച്ചിരിക്കുക. ഒരു ഫാത്തിഹ ഓതാൻ ചോദിച്ചാലോ അല്ലാഹു. ബാക്കി ദുനിയാവിലുള്ള എല്ലാ സിനിമ, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ സിനിമ പേര് വെച്ചിട്ട് മത്സരം. ഞാൻ ഇപ്പോൾ ആലോചിച്ചു, ഈ കുട്ടികൾക്കൊക്കെ എന്ത് ബുദ്ധിയുണ്ട്, എത്ര ബുദ്ധിയുണ്ട്. ഒരു 10 സൂറത്ത് വരെ കാണാതെ പഠിച്ചിരുന്നെങ്കിൽ എത്ര റാഹത്തായിരുന്നു. ഒരു സൂറത്തും പഠിക്കുന്നില്ലല്ലോ. എത്രയോ സിനിമാ പേരുകൾ അവരിങ്ങനെ കാണാതെ പറയാൻ. ഓരോ സിനിമകൾ
ചിലപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. പരസ്പരം ഒരുമിച്ചിരുന്നിട്ട് യാത്രയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്താരാണ്? അപ്പൊ ഉടനെ പറയാം, അപ്പൊ തിരുത്തി കൊടുക്കാൻ ഈ പറഞ്ഞ പ്രൊഡ്യൂസ് അതല്ല, അത് അയാൾ ഇന്ന സിനിമയാണ് ചെയ്തത്, അതിനുശേഷം 2014 ചെയ്ത സിനിമ ഈ സിനിമയാണ്. നമ്മൾ തന്നെ പഠിച്ചവനെ ഇതൊന്നൊരു പഠിത്തം, ഇതിലൊക്കെ ബിരുദാനന്തര ബിരുദം കിട്ടുകയാണെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കൾ എത്ര പേരാണ്, ആൺമക്കൾ എത്ര പേരാണ്, മക്കൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ വാ പൊളിക്കും, അറിയാൻ മേല. നബി തങ്ങളുടെ ഭാര്യമാരുടെ പേരെന്ന് പറയാൻ പറഞ്ഞാൽ വാ പൊളിക്കും, അറിയില്ല നമുക്ക്. ഞാൻ പറയാണ്, നമുക്ക് നന്മയെന്ന് പറയുന്ന സംഭവമേ ഇല്ല, ഒരു നന്മയും പഠിക്കുന്നുമില്ല. വെറുതെ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ പ്രൊസീജിയറാണ്. പല്ല് തേക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, റെഡിയാകുന്നു, സ്കൂളിൽ അങ്ങനെ പോകുന്നു, തിരിച്ചു വരുന്നു, മദ്രസയിൽ പോകുന്നവർ പോകുന്നു, തിരിച്ചു വരുന്നു, വന്നിരുന്നിട്ട് സ്കൂളിൽ എങ്ങനെ പഠിക്കുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, കുറച്ചു നേരം മൊബൈലുമായിട്ടിരിക്കുന്നു, കളിക്കുന്നു, രസിക്കുന്നു, പാട്ട് പാടുന്നു, വീണ്ടും ഉറങ്ങുന്നു, നേരം വെളുക്കുന്നു. ഇത് തന്നെ ഒരു സ്വപ്ന ജീവിയെ പോലെ ജീവിച്ചിങ്ങനെ പോവാൻ. ദുനിയാവ് നാളെ ആഖിറത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പെന്ന ലോകമായിട്ട് ഈ ദുനിയാവിനെ കാണുന്നില്ല എന്നുള്ളതാണ്. മത്സരിക്കാണ്, ദുനിയാവിന് വേണ്ടി മത്സരിക്കാൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ഈ ദുനിയാവിൽ നിന്ന് ചില ആളുകൾ നാളെ ആഖിറത്തിലേക്ക് എത്തിപ്പെടും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോൾ നന്മ ചെയ്യാത്തവരായി മാറ്റി എഴുതപ്പെടും. മഹ്ശറിൽ വന്നുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കേണ്ടി വരും. ഈ ദുനിയാവിൽ ചെയ്തതാകുന്ന നീച വൃത്തികൾ ഓർത്തുകൊണ്ട് അവർ കൈകടിക്കേണ്ടി വരും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ്, വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ഈ ദുനിയാവിൽ നീചവൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നവരില്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുൽ മുഴങ്ങുന്നത് കേട്ടുകൊണ്ട് ആ ബാങ്കിനെ നിസാരപ്പെടുത്തിക്കൊണ്ട് തുണി മടക്കി കുത്തിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലയോ, നിസ്കരിക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാകുന്ന രക്ഷിതാക്കളില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ ഈ ദുനിയാവിൽ വാദിന്റെ മജ്‌ലിസുകളെ ശ്രദ്ധിക്കാതെ ഫെസ്റ്റുകൾക്ക് കാതുകൊടുത്തിരുന്ന മനുഷ്യരല്ലയോ, ജീവിതത്തിൽ റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവരല്ലയോ, അടിച്ചു പൊളിച്ച് രസിച്ചവരല്ലേ? റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അവൻ കൈകടിക്കുകയാണ്. വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. ഈ ദുനിയാവിൽ നീചവൃത്തി ചെയ്തതാകുന്ന മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് വന്ന് നിർത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളത് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അവൻ മഹ്ശറിൽ വെച്ചുകൊണ്ട് കൈകടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇന്നാലിന്ന കൂട്ടുകാരനാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എനിക്ക് അഴീക്കോട് ചട്ടിയിൽ വസിക്കുന്ന കാലയളവിൽ ഇന്ന കൂട്ടുകാരനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. അവനിതാ മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിയല്ലോ, അവന്റെ വിചാരണ എളുപ്പമായല്ലോ. ഞാനിതാ ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് ഈ നരകത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ച് മഹ്ശറിൽ നിൽക്കുകയാണല്ലോ. യാ വൈനത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ കൂട്ടുകാരനാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കാതെ പോയത്? ഞാൻ എന്തിനാണ് സിനിമ കാണുന്നവനെ കൂട്ടുകാരനാക്കിയത്? ഞാൻ എന്തിനാണ് കള്ള് ഷാപ്പിലേക്ക് പോകുന്നവരെ എന്റെ കൂട്ടുകാരൻ
കൂട്ടുകാരനായി കൊണ്ടു നടന്നത്. ഒരു ചായ പോലും വാങ്ങിച്ചു തരാൻ താല്പര്യമില്ലാത്ത ആളുകൾ പോലും അവരെ കള്ള് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവനെ ആ രീതിയിലേക്ക് കൊണ്ടുപോയ ആളുകളില്ലയോ? നിനക്ക് സിഗരറ്റ് വലിക്കാനും വാങ്ങിക്കാനും പൈസ തന്നതായ ആളുകളില്ലേ? സമൂഹമില്ലേ? കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി സാധനങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തന്നവരില്ലേ? അതിന്റെ ടച്ചിൻസുകൾ വാങ്ങിച്ച് നിന്നെ ഇഷ്ടപ്പെടുത്തിയതായ ആളുകളില്ലയോ? കള്ള് കുടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് പൈസ എടുത്ത് തന്നതായ ആളുകളില്ലേ? അവരെ എല്ലാം നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കാണിക്കുകയാണ്. അല്ലാ അന്നിതാ മനുഷ്യനെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ച് വിലപിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്കൊരു സാലിഹായ കൂട്ടുകാരനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, എനിക്കെന്റെ കൂട്ടുകാർ തിന്മയുടെ വാഹകരായിരുന്നു. എനിക്കെന്റെ കൂട്ടുകാർ മോശത്തരം പഠിപ്പിച്ചവരായിരുന്നു. കള്ളുകുടിക്കാൻ പ്രേരണ നൽകിയവരാണ്. ക്രിസ്മസിന്റെ രാവുകളെ ആഘോഷത്തിമിറപ്പിൽ കൊണ്ടുപോയവരാണ്. ന്യൂ ഇയറിന് രാവിലെ പടക്കം പൊട്ടിച്ച് ദീൻ നഷ്ടപ്പെടുത്തി കളഞ്ഞവളാ. അല്ലാഹുവേ, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വാളിന്റെ മജ്ലിസിൽ മാലിക് മദീന ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നടത്തുന്ന മതവിജ്ഞാന വേദിയിൽ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി വാല് കേട്ടുകൊണ്ട് കടന്നിരുന്നവനാ. ഇന്നിതാ കള്ളിലേക്ക് പോയല്ല അല്ലാ, ഇന്നിതാ ലഹരിയിലേക്ക് പോയല്ല അല്ലാ, ഇന്നിതാ കഞ്ചാവിലേക്ക് പോയല്ല റബ്ബേ, ഇന്നിതാ മോശത്തരമാകുന്ന ജീവിത ക്രയവിക്രയങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ കൊണ്ടുപോയല്ല അല്ലാ. ഇന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായി, സിനിമാക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവനായി, അവരുമായി ബന്ധം പുലർത്തിയവനായി, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനായി എന്നെ നീ മാറ്റിയല്ല റബ്ബേ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും എനിക്ക് പരിശുദ്ധ ഹദീസും വെച്ചുകൊണ്ട് വാദം പറഞ്ഞു തന്ന ഒരുപാട് സമുന്നതരായ ആലിമീങ്ങൾ നാട്ടുകാരുണ്ട്, സമുദായത്തിലുണ്ട്, മഹല്ലിലുണ്ട്. ഒരുപാട് വാലിങ്ങൾ വന്ന് നാട്ടിൽ വാദം പറഞ്ഞതാണ്. അവരൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാകുന്ന വാലുകൾ കേട്ടുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലാക്കിയതാ. പക്ഷെ എപ്പോഴാണ് എനിക്ക് മാറ്റമുണ്ടായതെന്ന് അറിയില്ല. വകാന ശൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. പിശാച് ചിലരെ പിടിക്കുകയാണ്, അവരെ നിസ്സാരരാക്കാൻ പിടിക്കുകയാണ്. ഇന്നലെ പോലെ നമസ്കരിച്ച് കൃത്യമായി ഇബാദത്തെടുത്ത് പള്ളിയുടെ ഒന്നാമത്തെ സ്വൽഫ് കൂടിയതായ ആളുകൾ ഇന്ന് കള്ളും കഞ്ചാവുമായിട്ട് ഷാപ്പിനകത്ത് നിന്ന് ഇറങ്ങാത്ത അവസ്ഥാവിശേഷമായി ഈ സമുദായം കാണുന്നില്ലേ? ഹംദ് പറയണം മുസ്ലിമേ, അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കണം മുസ്ലിമത്തെ. തെറ്റിലേക്ക് പോകാതെ പടച്ച റബ്ബ് നിന്നെ കൈപിടിച്ച് നിർത്തിയില്ലേ? ആഖിറം സന്തോഷകരമാക്കാൻ ഇതിനേക്കാൾ വലുത് ഏതാണ്? തെറ്റിലേക്ക് പോകാതെ പടച്ച റബ്ബ് നമ്മളെ പിടിച്ചു നിർത്തി. അൽഹംദുലില്ലാ. ഒരു അൽഹംദുലില്ലാ പറയും. ഉറക്കം വരുന്നുണ്ട്. ഒന്ന് ഉറക്കം പറഞ്ഞ അൽഹംദുലില്ലാ. നമ്മള് തെറ്റിലേക്ക് പോകാതെ ഇന്നത്തെ ഒരു രാത്രി ഒരു 10 മിനിറ്റ് പടച്ചിറമ്പ് നമ്മൾ പിടിച്ചു നിർത്തിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഖൈർ. കാരണം ഇന്ന് വാദമൊന്നുമില്ല ഈ നാട്ടില്, ഫെസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലാണ്. എന്താ ചെയ്യാ? ഖുർആൻ ഓതോ? നിങ്ങൾ പറയാം ഖുർആൻ ഓതോ? അതൊക്കെ മൊബൈൽ എടുക്കാം, തോണ്ടിക്കളി തുടങ്ങാം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? എന്നിട്ട് കുടുംബ ബന്ധങ്ങൾ മുഴുവൻ ശൈഥല്യമായെന്ന് കഥയും എല്ലാരും പറയാം. ഭാര്യയ്ക്ക് നമ്മളോട് പഴയ സ്നേഹമില്ല, ഭർത്താവിന് നമ്മളോട് ഒട്ടും ഇഷ്ടമില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? നിങ്ങളെല്ലാരും ഈ പരസ്പരം തോണ്ടിക്കളി ഒന്ന് മാറ്റി വെക്കും. മൊബൈൽ വീട്ടിലേക്ക് എന്നാ ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ സ്നേഹം വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇന്ന് മുതൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മൊബൈൽ ഓണാക്കാവും. എന്ത് റാഹത്ത! പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴും പെണ്ണുങ്ങളെയല്ലേ കാണുന്നത്. അപ്പോൾ പിന്നെ അവരോട് ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കും. ഇത് ഈ മൊബൈലിനകത്തിരുന്ന് ഭാര്യ ഇത് തന്നെ കളി. അപ്പൊ പിന്നെ മക്കളും അതിനപ്പുറമായി. അപ്പ ഇവിടെ ഇരുന്നിട്ട് റാഹത്തായിട്ട് നല്ല രീതിയിൽ ഓരോന്ന് കാണുക. ക്രിക്കറ്റ്, ഉമ്മ അപ്പുറത്തിരുന്നിട്ട് വേറെ നല്ല സീരിയൽ അല്ലെങ്കിൽ റീൽസ്. ഉമ്മ അസറിന് ശേഷം ചെയ്ത റീൽസിനകത്ത് ഇപ്പൊ എത്ര ലൈക്ക് വന്ന് നോക്കാം. എല്ലാ ദിവസവും റീൽസ് ചെയ്യാം. ചമ്മന്തി ഉണ്ടാക്കുന്നത് അതാ ഇങ്ങനെയാണ്. തേങ്ങ പൊട്ടിച്ച് അത് നല്ല നടുവ പിളർത്തി റാഹത്തായിട്ട് ഇതുപോലെ ചിരവി എല്ലാം കാണിച്ചു കൊടുക്കുക. എന്താ ചെയ്യാതെ ചമ്മന്തി ഉണ്ടാക്കുന്ന നാട്ടുകാരെ പഠിപ്പിക്കുക. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ.
ഇതല്ലേ പരിപാടി. കോവിഡ് വന്നപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച് അവസാനം ഭർത്താവിന് ഇപ്പൊ 650 ഷുഗർ. കാരണം ഇത് തേച്ചു കൊടുക്കുന്ന ഭർത്താവിന്റെ ചുണ്ടില്ല. അള്ളാഹു നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ആഫിയത്ത് തരട്ടെ, ഭാര്യമാർക്കും അള്ളാഹു ആഫിയത്ത് തരട്ടെ. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന മെഷീൻ ഇപ്പൊ ഇല്ലാത്ത വീടൊന്നുമില്ല. എല്ലാവരും വഴക്കുണ്ടാക്കി മെഷീനും വാങ്ങിച്ചു വെച്ച്. അല്ല പിന്നെ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതാ രസം. അന്ന് എടുത്തു വെച്ച മെഷീൻ. ഇപ്പൊ എല്ലാവരും എയർ ഫ്രയർ വേണമെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുക. എയർ ഫ്രയർ, പിന്നെ അതിനകത്ത് കോഴിയെ പുഴുങ്ങി ഇങ്ങോട്ട് എടുക്കുക. ആരെയും കൊണ്ട് അത് ഒച്ചപ്പാട് മേലോണ്ടാക്കി അതും വാങ്ങിച്ച് 2 ദിവസം ഉണ്ടാക്കി 3ന്റെ അന്ന് അതും മേലോട്ട് കയറ്റി വെച്ചു. എല്ലാം 2 ദിവസം ഉപയോഗമാണ്. ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ഭർത്താവ്. കാരണം എന്താ? സമാധാനം വേണ്ടേ ഉസ്താദേ? അല്ലെങ്കിൽ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും, ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തേക്ക്. 5000 പോയാലും 4000 പോയാലും കുഴപ്പമില്ല, സമാധാനം കിട്ടുമെങ്കിൽ അൽഹംദുലില്ലാ. എന്നാൽ ഈ പെണ്ണ് കെട്ടാൻ നേരത്ത് ഉസ്താദുമാർ ആയത്തോതി യൂസുഫ് പറഞ്ഞതോ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ശാദ്വര തീരമാണ് ആര്? നിങ്ങളുടെ ഭാര്യ. വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. പെണ്ണ് കെട്ടിയ ഏറ്റവും വലിയ സമാധാനം കിട്ടുമെന്നാണ്. പെണ്ണ് കെട്ടിയിട്ട് ഇപ്പൊ മിക്ക ആളുകൾ 98% പറയുന്നത് ഏകദേശം ഉള്ള സമാധാനം പോയെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതിന്റെ ഏറ്റവും വലിയ വില്ലനായി നമുക്കിടയിൽ കടന്നു വന്നതാണ് എന്ത്? 2 കൂട്ടരെ കുറ്റം പറയണ്ട, ആരെ കുറ്റം പറഞ്ഞാൽ മതി. മൊബൈലാണ് പ്രശ്നം. മൊബൈലൊന്ന് മാറ്റിവെച്ച് എന്നാ എന്ത് രസമാണെന്നറിയോ? ഇത് ഭർത്താവ് ഇതുമായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോ ഭാര്യയ്ക്കും പിന്നെ ഈ മൊബൈൽ വേണം. അപ്പൊ പിന്നെ മക്കള് പിന്നെ അങ്ങനെ തോണ്ടാതിരിക്കും. ഉമ്മമാർക്ക് പിന്നെ അത് മസ്റ്റാണ്. ഉമ്മമാരത് കൊടുത്തേ പറ്റും. മക്കൾക്ക് ഇത് കൊടുത്തെങ്കിൽ മാത്രമേ മക്കൾ ഭക്ഷണം കഴിക്കൂ. 24 മണിക്കൂർ അത് കൊടുത്തേ പറ്റൂ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം ഇന്നത്തെ തലമുറയ്ക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ അബൂദർ ഹൽ തറാ കസറത്തുൽ ഗിനാ ഹൽ തറാ കസറത്തുൽ ഗിനാ. അല്ലയോ അബൂദർറേ, നീ ധനവാനായി കാണുന്നത്, ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ധനികനായി കാണുന്നത് ഹൽ തറാ കസറത്തുൽ മാലി ഹുവൽ ഗിനാ. ഒരു മനുഷ്യനെ ധനാഢ്യനായി കാണുന്നത് സമ്പത്ത് അധികരിക്കൽ കൊണ്ടാണോ? അബൂദർ അൽ-ഗിഫാരി തങ്ങൾ പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞങ്ങളുടെ ആളുകൾ ജനങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനെ സമ്പന്നനായി അടയാളപ്പെടുത്തുന്നത് ധാരാളം സമ്പത്തുണ്ടാകുമ്പോഴാണ്, സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുമ്പോഴാണ്. നല്ല കാശുള്ളവനെ കാശുകാരനായിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ. ഉടനെ നബിതങ്ങൾ വീണ്ടും ചോദിച്ചു, ഹൽ തറാ ഖില്ലത്തുൽ മാലി ഹുവൽ ഫഖ്റു. സമ്പത്ത് കുറയലാണോ പാവപ്പെട്ടവന്റെ അടയാളം? അബൂദർ അൽ-ഗിഫാരി തങ്ങൾ പറഞ്ഞു, നഅം, അതേ നബിയേ, സമ്പത്ത് കുറയുക എന്നുള്ളത് പാവപ്പെട്ടവന്റെ അടയാളമാണ്, ദരിദ്രന്റെ അടയാളമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ ചിന്ത വെച്ച് നിലകൊള്ളുന്നവരെ നബി തങ്ങൾ പരിപൂർണമായി തിരുത്തുകയാ. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കാര്യമല്ല. സമ്പത്തുള്ള മനുഷ്യനെ ധനാഢ്യനായി കാണരുതേ, സമ്പത്ത് കുറഞ്ഞവനെ ദരിദ്രനായി കാണരുതേ. ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സി ലൈസൽ ഗിനാ അൻ കസറത്തിൽ ഗറളി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറളി. കച്ചവട സാധനങ്ങളും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളും അമ്പരചുംബിയായ മണിമേടുകളും മാളിക സൗധങ്ങളും അധികരിക്കലല്ല സമ്പത്തിന്റെ അടയാളം. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നതയുടെ അടയാളം അവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി